ഹലോ ഗായ്സ്, ഒരുപാട് സന്തോഷത്തോടെയാണ് കേട്ടോ ഞാനിന്ന് വീഡിയോ ഇടുന്നത്. കാര്യം വേറെ ഒന്നുമല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മളിട്ട വീഡിയോയ്ക്ക് 500 വ്യൂസും 25 ലൈക്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഈ ചെറിയ ലൈക്കിനും വ്യൂസിന് വേണ്ടിയിട്ടാണ് ഇത്രയ്ക്ക് സന്തോഷം എന്ന് പറയുന്നത്. കാര്യം നിങ്ങൾക്കിത് ചെറിയ ലൈക്കും വ്യൂ ഒക്കെ ആയിരിക്കും, പക്ഷേ എനിക്കും എൻ്റെ റൂംമേറ്റ്സിന് ഇത് വളരെ വലിയ കാര്യം തന്നെയാണ്. കാരണം 10 വ്യൂസിൽ നിന്നും 2 ലൈക്സിൽ നിന്നും ഇത്ര എത്തിയില്ലേ, അത് വളരെ വലിയ കാര്യം തന്നെയല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. വെൽക്കം ബാക്ക് ടു റൂം നമ്പർ 1. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുട്ടി ട്രിപ്പ് വ്ലോഗാണ്, അതും വേളിയിലേക്ക്. ഞങ്ങൾ അവിടെ എത്തിയ ഉടനെ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് ടിക്കറ്റ് അങ്ങ് എടുത്തു കേട്ടോ. ഇന്ന് എന്തായാലും നേരത്തെ ഇറങ്ങിയോണ്ട് തിരക്കൊക്കെ വളരെ കുറവാണ്. സാധാരണ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ വന്ന ഉടനെ തന്നെ ഒരു ബസ് നിറയെ നോർത്ത് ഇന്ത്യൻ അങ്കിൾമാരും ആൻറ്റിമാരും ഒക്കെ വന്നിറങ്ങി. ആളും പേരും കുറവായതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറിയപ്പോൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. അങ്കിൾമാർ ഞങ്ങളെ കണ്ട ഉടനെ സെൽഫി എടുക്കാൻ വിളിച്ചു. ആ നോർത്ത് ഇന്ത്യൻ അങ്കിൾസ് വന്ന ഉടനെ വീഡിയോസ് എടുക്കാൻ തുടങ്ങി. ഞാനാണെങ്കിൽ എൻ്റെ വ്ലോഗും. പിന്നെ ഞങ്ങൾ ആദ്യം കയറിയത് ട്രെയിനിലാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഞങ്ങൾ ട്രെയിനിലേക്ക് കയറി, അങ്ങനെ വേളിയെല്ലാം ട്രെയിനിലിരുന്ന് ചുറ്റിക്കണ്ടു. ഈ കാണുന്നതാണ് ഫ്ലോട്ട്ലർ റെസ്റ്റോറൻറ്റ്. ഞങ്ങളുടെ ആദ്യത്തെ പ്ലാനിൽ ഫ്ലോട്ട്ലർ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കണം എന്നൊക്കെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ബാഡ് റിവ്യൂസൊക്കെ കേട്ടപ്പോൾ ആ പ്ലാൻ ഞങ്ങൾ ചേഞ്ച് ചെയ്തു. പിന്നെ ഞങ്ങൾ വേളി ബീച്ചിലേക്ക് കൊണ്ടിറക്കുമെന്ന് പറഞ്ഞിരുന്നപ്പോൾ തിരിച്ച് ട്രെയിൻ സ്റ്റേഷനിൽ തന്നെ കൊണ്ടിറക്കിയത്. പിന്നെ ഞങ്ങൾ നടന്ന് വേളി ബീച്ചിലൊക്കെ പോയി. പിന്നെ ഞങ്ങളെല്ലാം പണ്ട് വെള്ളത്തിന് അഡിക്റ്റ് ആയതുകൊണ്ട് ചെന്നിറങ്ങിയ ഉടനെ വെള്ളത്തിൽ കളി തുടങ്ങി. ആലപ്പുഴയിലും കൊല്ലത്തുള്ള ഞങ്ങളാണ് വെള്ളം കണ്ടിട്ട് ഇത്രയും എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്നത്. അത് പിന്നെ പണ്ടേ അങ്ങനെയല്ലേ, ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. വെള്ളത്തിൽ അതിനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു കൈനോട്ടക്കാരൻ അപ്പൂപ്പൻ്റെ അടുത്തേക്ക് പോയി കേട്ടോ. നികിതയ്ക്ക് ആൾ ഫ്യൂച്ചറൊക്കെ പ്രൊഡിക്റ്റ് ചെയ്ത് കൊടുത്തു. പക്ഷേ എൻ്റെ ശ്രദ്ധ മുഴുവൻ ആ തത്തമ്മേനെ എങ്ങനെയെങ്കിലും ഒന്ന് കയ്യിലെടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അപ്പൂപ്പൻ വലിയ വില തരാത്തതുകൊണ്ട് ഞാനതിന് പിന്നെ മുതിർന്നില്ല. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുട്ടി വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.